ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ, ഫാക്കൽറ്റി ഫോർ FM. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഹൗ ടു സ്കോർ 60 മാർക്സ് ഇൻ 30 മിനിറ്റ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ MCQ പാർട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്ത് എഫക്റ്റീവായിട്ട് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമുക്ക് 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 30 മാർക്കാണ് എന്ത് MCQ മാത്രമായിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് MCQs 15 മിനിറ്റ് കൊണ്ട് തന്നെ സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. ഓക്കെ അല്ലേ മക്കളെ? അത്രയും സമയം നമുക്ക് ലാഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് അത്രയും കൂടെ തിയറിക്ക് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കത് അലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ FMൻ്റെ ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, സെക്ഷൻ എ കമ്പൽസറി. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോർ ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ. ഓക്കെ, താഴെ തന്നിട്ടുള്ള 4 ഓൾട്ടർനേറ്റീവ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ചൂസ് ചെയ്താൽ മതി. ശരി, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെല്ലിംഗ് ഷെയർസ് വിത്തൗട്ട് ഓണിങ് ദം ടു ബൈ ദം ബാക്ക് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് at a lower price in expectation that price will drop is known as. ഓക്കെ, നിലവിൽ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് ഷെയറിനെ നമ്മൾ കയ്യിലില്ലാതെ തന്നെ സെല്ല് ചെയ്യുന്നു. ആൻഡ് ഫ്യൂച്ചറിൽ ഇതിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ അതിനെ ബൈ ചെയ്യുന്നു, അങ്ങനെ പ്രോഫിറ്റ് അടിക്കുന്നു. അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് എന്ത്? ഇത് സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് പറയുന്ന പേരാണ് സെല്ലിംഗ് ഷോർട്ട്. ഓക്കെ അല്ലേ മക്കളെ? പ്രത്യേകിച്ച് ഒരുപാട് കൺഫ്യൂഷനൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. അതിൻ്റെ ആൻസർ എന്താണ്? D. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. എ 91-day ട്രഷറി ബിൽ വിത്ത് ഫേസ് വാല്യൂ ഓഫ് ₹100 ഈസ് ഇഷ്യൂഡ് അറ്റ് 98. ദ ആനുവലൈസ്ഡ് yield ഓൺ ദ സെയിം വുഡ് ബി. ശരി, അസ്യൂം 365 days എ ഇയർ. അപ്പോൾ ഈ 91 days ട്രഷറി ബില്ല് ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിനകത്താണ്? ബോണ്ട് വാല്യുവേഷൻ ഏരിയയിലാണ്. അപ്പം നമുക്കത് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Okay, so 91 days treasury bill ആണല്ലോ. 91 days treasury bill, ഫേസ് വാല്യൂ 100, ഇഷ്യൂഡ് അറ്റ് 98, yield കണ്ടുപിടിക്കണം, ആനുവലൈസ്ഡ് yield കണ്ടുപിടിക്കണം. ഫേസ് വാല്യൂ ₹100, ഇഷ്യൂ പ്രൈസ് എത്രയാ? ₹98. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആനുവലൈസ്ഡ് yield. ഓക്കെ, സോ നോർമൽ yielഡിൻ്റെ ഫോർമുല എന്താണ്? yield ഈസ് ഈക്വൽ ടു ഇത് 91 days ട്രഷറി ബില്ലാണ്. ട്രഷറി ബിൽ ഇത് ആരാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്? അപ്പോൾ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യൂഷ്വലി ഇതെന്താണ്? 0 കൂപ്പൺ ആണ്. സോ 0 കൂപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി. ഓക്കെ, സോ ഈ ഇഷ്യൂ പ്രൈസ് തന്നെയാണ് എന്ത്? ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധാ yield എന്തായിരിക്കും? ഡിസ്കൗണ്ട് ഇത് എത്രയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്? ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 100 മൈനസ് 98 ഡിവൈഡഡ് ബൈ MPS എത്രയാ? 98. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/98. 2/98 is equal to 0.0204 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് സാധാ yield. ആനുവലൈസ്ഡ് yield ചോദിച്ചേക്കുന്നത് 91 ഡേയ്സിൻ്റെ yield ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആനുവലൈസ്ഡ് yield എന്തായിരിക്കും? ആനുവലൈസ്ഡ് yield ഈസ് ഈക്വൽ ടു നമ്മൾ ഒന്നിൽ 0.02404 അല്ലെങ്കിൽ 2/98 ഇൻറ്റു ഇപ്പം തന്നിരിക്കുന്നത് എന്തിനാ? 91 ഡേയ്സിൻ്റെയാണ്. അപ്പം ഡിവൈഡഡ് ബൈ 91 ഇൻറ്റു 365 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? നമുക്ക് കിട്ടും
0.0818. അഥവാ അതിനെ നമുക്ക് ഒന്നുകൂടെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ഇൻറ്റു 100 കൂടെ ചെയ്താൽ പോരെ. ഇൻറ്റു 100 ചെയ്യുവാണെങ്കിൽ 8.18% എന്ന് കിട്ടും. ഇനി നമ്മുടെ ചോയ്സ് നോക്കിക്കേ, ദാ ബി 8.18 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഈൽഡിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ആനുവലൈസ് ഈൽഡ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് വേണമെങ്കിൽ എന്താണ് ഇൻറ്റു ഇവിടെ തന്നെ ഇട്ട് വേണമെങ്കിൽ ചെയ്തു പോകാം, സ്റ്റെപ്പ് ലാഭിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ശരി. Third question. Dash shows that the current dividend depends partly on the current earnings and partly on the previous year's dividend. Dividend distribution modelsനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ. കറണ്ട് ഇയർ ഡിവിഡൻഡ് കറണ്ട് ഇയർ ഏർണിങ്സിനെയും പ്രീവിയസ് ഇയർ ഡിവിഡൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഏത് മോഡലിലാണ് മക്കളെ? ഏത് മോഡലാണ്? അത് ലിൻഡേഴ്സ് മോഡലിലാണ്. ഓക്കെ, ലിൻഡർ മോഡലിലാണ്. എക്സ്പ്ലനേഷൻ വേണോ? കാണിച്ചു തരാം. ഉണ്ട്. ദാ ലിൻഡേഴ്സ് മോഡൽ ഇതിനകത്ത് ദാ നോക്ക്. ദ ലിൻഡർ മോഡൽ ഷോസ് ദാറ്റ് ദ കറണ്ട് ഇയർ ഡിവിഡൻഡ് ഡിപ്പെൻഡ്സ് പാർട്ട്ലി ഓൺ ദ കറണ്ട് ഏർണിങ്സ് ആൻഡ് പാർട്ട്ലി ഓൺ ദ പ്രീവിയസ് ഇയേഴ്സ് ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ. രാജേഷ് പോളിമേഴ്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 4,09,000 perpetual debentures at a premium of 10%. The cost of flotation are 2%. The tax rate is 50%. What is the after tax cost of debt? ഓക്കെ, ശരി. അപ്പോൾ കെ ഡി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. 2 കഴിഞ്ഞു, 4. ഓക്കെ, നമ്മുടെ കെ ഡിയുടെ ഫോർമുല എന്നാ? കെ ഡി ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എമൗണ്ട് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ശരി, ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇൻട്രസ്റ്റ്, ഇവിടെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? എത്ര രൂപയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 4 lakhൻ്റേത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫേസ് വാല്യൂ ആണെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് 9% ആണെന്ത് അതിൻ്റെ എന്ത് ആ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമ്മുടെ ഐ എന്താണ്? ഈക്വൽ ടു 4 lakh ഇൻറ്റു 9% ഇസ് ഈക്വൽ ടു 36,000 ഇൻട്രസ്റ്റ്. ശരി, ടാക്സ് റേറ്റ് എത്രയായിരുന്നു? 50%. അപ്പോൾ എന്താണ്? 0.50. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനകത്ത്. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഓഫ് 10%, കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ 2% അല്ലേ? അപ്പം നമുക്ക് എൻ പി കണ്ടുപിടിക്കണം. എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 lakh ഫേസ് വാല്യൂ ആഡ് പ്രീമിയം 10%. അപ്പോൾ എന്ത് വരും? ഈ 4 lakhൻ്റെ 10% എത്രയാ? 40,000 ആണല്ലോ. ശരി, ഈ 4 lakhൻ്റെ കൂടെ 40,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4,40,000 ലെസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2%. ഈ 4,40,000 2%. 8,800 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 4,31,200 എന്ന് കിട്ടും. ശരി, ഇതാണെന്ത് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഇനി നമുക്ക് കെ ഡി കണ്ടുപിടിക്കാമല്ലോ. കെ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്? 36,000 ഇൻറ്റു 1 മൈനസ് 0.5 ഹോൾ ഡിവൈഡ് ബൈ 431,200 ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? ഇൻറ്റു 100 കിട്ടുമോ? അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ കിട്ടും. എന്തോ കിട്ടും നമുക്ക്? നമുക്ക് കിട്ടും 4.17%.
ഓക്കെ, ഇനി അത് നമ്മുടെ ചോയ്സിലുണ്ടോ നോക്കിക്കേ. 4.15, 4.17, 14.17, 4.20. കറക്റ്റ് 4.17 നമുക്ക് കിട്ടിയില്ല മക്കളെ. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 4.17%. ശരി. 5th question. The pecking order theory has emerged as an alternative theory to. എന്താണ് മക്കളെ? അത് ട്രേഡ് ഓഫ് തിയറിയാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. How long it will take for 1 lakh to double at a compound rate of interest of 12% per annum approximately? നമ്മുടെ ഡബ്ലിംഗ് റേറ്റ് അല്ലേ, അതെങ്ങനെയാണ് ഡബ്ലിംഗ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ഡബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? n ഇസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്നല്ലായിരുന്നോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു എന്ത് കിട്ടും? 6 years. നോക്കിക്കേ, 5, 6, 7, 8 6 years ആണ് എന്ത് നമ്മുടെ ആൻസർ. സിംപ്ലി എന്താണ്? 72 ഡിവൈഡ് ബൈ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആയ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിജിറ്റലൈസേഷൻ? നമുക്ക് നോക്കാം. എ, വൈഡ് സ്പ്രെഡ് ആക്സസ് ഓഫ് ഡേറ്റ, പ്രിസർവേഷൻ ഓഫ് ഡേറ്റ, ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, ലാർജ് ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസ്. മക്കളെ, നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന എന്തിനാ? നമ്മുടെ ഉള്ള സ്പേസ് കുറയ്ക്കാനാ, സ്റ്റോറേജ് സ്പേസ് കുറച്ച് ഡിജിറ്റൽ ആക്കാനാ. അപ്പോൾ നോക്കിക്കേ, വൈഡ് സ്പ്രെഡ് ആക്സസ് ഓഫ് ഡേറ്റ അതെന്താണ്? ഒബ്ജക്റ്റീവാ. പ്രിസർവേഷൻ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റീവാ. ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റും, അതും ഒബ്ജക്റ്റീവാ. പിന്നെ എന്താണ്? ലാർജ് ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസ്, അത് ഒബ്ജക്റ്റീവ് അല്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ നമ്പർ ഡി, ലാർജ് ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസ്. Question 8. The following information has been taken from the balance sheet of MJK Limited. 8% debentures payable rupees 15 lakh, 12% preference shares 15 lakh, and ordinary shares shareholders equity is 40 lakh. You have to calculate the capital gearing ratio of the company. Okay, question number 8, capital gearing ratio. Capital gearing ratio. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഹോൾ ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഫിക്സഡ് ആയിട്ട് എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം, പ്ലസ് ഡിബഞ്ചേഴ്സ്, പ്ലസ് എന്താണ്? ലോങ് ടേം ലോൺസ് ആണല്ലോ. ശരി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര നമുക്ക് തന്നേക്കുന്നത്? 40 ഹോൾ ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു 15, പിന്നെ ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ലായിരുന്നോ? നോക്കിക്കേ, ഡിബഞ്ചേഴ്സും ഉണ്ട് 15 lakh, പ്രിഫറൻസും രണ്ടും കൂടെ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15 + 15 എത്രയാണ്? 30. 40/30 = 4:3. അതാണ് എന്ത്? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓപ്ഷൻ നമ്പർ ബി, 4:3 ആണെന്ത് നമ്മുടെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Cluster analysis is the process of assigning a set of data to subsets so the observations can be made. Cluster analysis is a part of. Cluster analysis എന്തിൻ്റെ പാർട്ടാണ് മക്കളെ? സൂപ്പർവൈസ്ഡ് ആണോ, അൺസൂപ്പർവൈസ്ഡ് ആണോ, സെമി സൂപ്പർവൈസ്ഡ് ആണോ, റീഇൻഫോഴ്സ്ഡ് ആണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓപ്ഷൻ നമ്പർ ബി. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾ ആ ഒരു BDAയുടെ ആ ഒരു ഏരിയ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ അല്ലേ മക്കളെ? അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ പാർട്ടാണ് എന്ത്? ക്ലസ്റ്റർ അനാലിസിസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. Systematic risk of the firm is 1.5. 182 treasury bills currently yield at 9%.
Expected yield on the market portfolio is 14%. Determine the cost of equity capital based on the given data. എന്താ മക്കളെ ചോദിച്ചേക്കുന്നത്? KE കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു? സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അതിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ബീറ്റ എത്രയാണ്? 1.5. ശരി. പിന്നെ 182 ട്രഷറി ബിൽസിൻ്റെ ഈൽഡ്. ട്രഷറി ബിൽസിൻ്റെ ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? അത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അത് RF എത്രയാണ് തന്നേക്കുന്നത്? 9%. ഓക്കെ. പിന്നെ റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ അതെന്താണ്? നമ്മുടെ RM എന്താണ് നമുക്ക് 14% തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് KE അല്ലേ? KE ഈസ് ഈക്വൽ ടു CAPMൻ്റെ ഫോർമുല എന്നാ? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9 പ്ലസ് 1.5 ഇൻറ്റു 14 മൈനസ് 9 പ്ലസ് 1.5 ഇൻറ്റു 14 മൈനസ് 9 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16.5% എന്ന് കിട്ടും. അതാണ് എന്ത്? നമ്മുടെ KE. ആൻസറിലുണ്ടോ നോക്കിക്കേ. ഇതാ 15, 15.5, 16, 16.5. ആൻസർ എന്താണ്? D 16.5 ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് ഡേറ്റ മൈനിങ്? ഡേറ്റ മൈനിങ് ടെക്നിക്ക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? KNN അൽഗോരിതം ഡേറ്റ മൈനിങ് ടെക്നിക്ക് ആണ്. ന്യൂറൽ നെറ്റ്വർക്കും ആണ്. ഡിസിഷൻ ട്രീ ആണ്. പിന്നെ എന്താണ്? പ്രെഡിക്റ്റീവ് അനാലിസിസ് അല്ല. നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്താണ്? ഡേറ്റ മൈനിങ് ടെക്നിക്ക് അല്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. The cash outlay for a project is 2 lakh. The cash inflows are expected to generate 1,20,000 at the end of first year and 1,60,000 at the end of the second year. If the discounting rate is 10%, the profitability index is dash. PI കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ. സോ നമുക്ക് ആദ്യമേ PVIF കണ്ടുപിടിക്കാം. സോ നമ്മുടെ ഫോർമാറ്റ് തന്നെ എടുക്കാം. ഇയർ, ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് 10%, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ശരി. ഇയർ 1 നമ്മുടെ ക്യാഷ് ഫ്ലോ എത്രയാണ്? 1,20,000. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താണ്? 0.909. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ 109080 വരും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ. ഓക്കെ. സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ എത്രയാണ്? 1,60,000. 0.826. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എത്ര വരും? 132160. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 241,240. 2,41,240 ആണ് എന്ത്? നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. PVIF എന്താണ്? 241,240. നമ്മുടെ PVOF എന്താണ്? PVOF ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. PVOF എത്രയായിരുന്നു നമുക്ക് തന്നേക്കുന്നത്? 2 lakhs ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. PI ഈസ് ഈക്വൽ ടു PVIF ബൈ PVOF ഈസ് ഈക്വൽ ടു 241,240 ഡിവൈഡഡ് ബൈ 2 lakh ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.206 എന്ന് കിട്ടും. ഓക്കെ. ഇനി അത് ആൻസർ ഉണ്ടോ നോക്കിക്കേ. 1.206 അല്ലേ? ഓക്കെ. 1.206 ആണെന്നുണ്ടെങ്കിൽ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 1.21 എന്ന് എഴുതാമല്ലോ. ഇവിടെ 2 ഡെസിമൽ എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേക്കോ. സി ഓപ്ഷൻ നമ്പർ സി ആണെന്ത്? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ. അടുത്തത് ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് 3 months. Cash sales and average receivables are 3 lakh and 4 lakh respectively. The total amount of sales will be. ഓക്കെ. ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ.
സോ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡിൻ്റെ ഫോർമുല എന്താ മക്കളെ? ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഡെറ്റേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു ഒന്നുകിൽ 365 ഡേയ്സ് അല്ലെങ്കിൽ എന്താണ് 12 months അല്ലെങ്കിൽ 52 വീക്സ്, ഡിപ്പെൻസ് എന്താണോ ഏത് പീരീഡ് ആണോ അതനുസരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കളക്ഷൻ പീരീഡ് 3 months, DCP തന്നിട്ടുണ്ട്, ആവറേജ് റിസീവബിൾസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ട്. ശരി, ക്യാഷ് സെയിൽസ് ആണ് 3 lakh, ആവറേജ് റിസീവബിൾസും തന്നിട്ടുണ്ട്. ഓക്കെ, 4 lakh. ആവറേജ് ഡെറ്റേഴ്സ് എത്രയാണ്? 3 months is equal to 4 lakh into 12 month divided by credit sales. Cross multiply ചെയ്തേ. Credit sales is equal to 4 lakh into 12 by 3. ഇതങ്ങോട്ട് ഇതിങ്ങോട്ട് ഇൻറ്റു 12 by 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 16 lakh എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇത് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എത്രയാ? 3 lakhs. ടോട്ടൽ സെയിൽസ് അല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ എടുത്താൽ എത്ര കിട്ടും? 19 lakhs. 19 lakhs നമ്മുടെ ചോയ്സിലുണ്ടോ നോക്കിക്കേ. 18, 19 lakhs. ദാ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് തിയറി ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ABC അനാലിസിസ് ഓഫ് സ്റ്റോക്ക് കൺട്രോൾ കാറ്റഗറി എ ഐറ്റംസ്. കാറ്റഗറി എ ഐറ്റംസ് പൊതുവെ എന്താണ് മക്കളെ? സ്കേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, എന്നാൽ അതിൻ്റെ മൂല്യം കൂടുതലായിരിക്കും അല്ലേ? അപ്പം ക്വാണ്ടിറ്റിയിൽ അത് കുറവും വാല്യൂവിൽ അത് കൂടുതലുമായിരിക്കും. നോക്കിക്കേ, സ്മോളർ ഇൻ ക്വാണ്ടിറ്റി ലാർജർ ഇൻ വാല്യൂ. ഓക്കെ, അടുത്ത ലാർജർ ഇൻ ക്വാണ്ടിറ്റി സ്മോളർ ഇൻ വാല്യൂ. ഇതല്ല. സ്മോളർ ഇൻ ക്വാണ്ടിറ്റി സ്മോളർ ഇൻ വാല്യൂ ഇതുമല്ല. ലാർജർ ഇൻ ക്വാണ്ടിറ്റി ലാർജർ ഇൻ വാല്യൂ അതുമല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ക്വാണ്ടിറ്റി കുറവും മൂല്യത്തിൽ കൂടുതലും. 14. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If the profit after tax of the company is 5,40,000, preference dividend is 60,000 and the dividend payable to 1,60,000 equity shares is 2 per share, then the equity dividend coverage ratio is. Okay, question number 15. Question number 15. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ ഈറ്റേഷൻ എന്ന് വിളിക്കും അല്ലേ, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈറ്റേഷൻ ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് എന്തായിരുന്നു? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്, പാറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5,40,000. പാറ്റിനകത്തുനിന്ന് എന്തോ കുറയ്ക്കണം? ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡൂടെ കുറയ്ക്കണം. എന്നാലേ എന്ത് നമുക്ക് ഈറ്റേഷ് കിട്ടത്തുള്ളൂ. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? നോക്കിയേ മക്കളെ, 60,000. ആ 60,000 കുറയ്ക്കണം. ശരി, 60,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈറ്റേഷ് കിട്ടും. എന്താണ് നമുക്കെന്ത് കിട്ടും? 4,80,000. ഓക്കെ, ശരി. സോ 4,80,000 ആണ് നമ്മുടെ ഈറ്റേഷ്. ഇക്വിറ്റി ഡിവിഡൻഡ് എത്രയാണ്? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 1,60,000 ഷെയർസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇക്വിറ്റി ഡിവിഡൻഡ് ഈക്വൽ ടു 1,60,000 ഷെയർസ് ഇൻറ്റു ₹2 പെർ ഷെയർ എന്നല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻറ്റു 2 ₹2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3,20,000 എന്ന് നമുക്ക് കിട്ടും.
ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,80,000 divided by 3,20,000 is equal to by നമുക്ക് കിട്ടും 1.5 ടൈംസ്. ഓക്കെ, 1.5 ടൈംസ്. ആൻസർ നോക്കിക്കേ, 1.5 ടൈംസ്. ഓപ്ഷൻ നമ്പർ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ, സെറ്റല്ലേ? ശരി, അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. 15 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ച് അങ്ങനെ എത്രയായി? 30 മാർക്സ് നമ്മളിപ്പോൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ഡിസംബർ 2023 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിസംബർ 2023. Which one of the following statements is correct concerning the weighted average cost of capital of any firm? ശരി, ഇതിനകത്തുനിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മക്കളെ നമ്മളെല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കിയിട്ട് അസസ് ചെയ്യണം ഇതിലേതാണ് കൂടുതൽ കറക്റ്റ് എന്ന്. ചിലപ്പോൾ ഇതിനകത്ത് 2 എണ്ണം കറക്റ്റ് കാണും. ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കറക്റ്റ് ലോക്ക് ചെയ്യരുത്. ഏതാണോ കൂടുതൽ കറക്റ്റ് അത് നോക്കിയിട്ട് വേണം അസസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ, the weighted average cost of capital may decrease as a firm's debt to equity ratio increases. അതിൽ കഴമ്പുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതാണ്? ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഇപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് കമ്പോണൻറ്റ് കൂടുതലാവുകയെന്നാണ് പറയുന്നത്. അപ്പം പൊതുവേ ഇക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ആ ഒരു ഫിഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെറ്റിൻ്റെ കമ്പോണൻറ്റ് എന്താണ് താരതമ്യേന കൂടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് പറ്റും? കുറയും. ഓക്കെ, അപ്പോൾ അതിൽ കഴമ്പുണ്ട്. ശരി, ഓപ്ഷൻ നമ്പർ ബി, ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റ്സ് അസൈൻ ടു ദ പ്രിഫറൻസ് സ്റ്റോക്ക് ഈസ് ബേസ്ഡ് ഓൺ ദ കൂപ്പൺ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ പാർ വാല്യൂ ഓഫ് സ്റ്റോക്ക്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല, ചെയ്യത്തുമില്ല. കാര്യം എന്താ? വെയ്റ്റ് നമ്മൾ അതിൻ്റെ ഒന്നി ബുക്ക് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട്, അല്ലാണ്ട് ഈ കൂപ്പൺ റേറ്റ് ഒന്നും ചെയ്യാറില്ല. Wrong. Option number C, a firm's weighted average cost of capital will increase as a corporate tax rate increases. Corporate tax കൂടിയത് കുറയത്തേ ഉള്ളൂ, അപ്പോൾ അതും തെറ്റാ. And option number D, weighted average cost of capital does not consider redeemable preference shares of the firm. Redeemable നമ്മൾ കൺസിഡർ ചെയ്യും. റിഡീമബിൾ ആണെങ്കിലും എന്താണ് നമ്മളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് കൺസിഡർ ചെയ്യും. അപ്പോൾ പിന്നെ കറക്റ്റ് ചെയ്താൽ മക്കളെ ഓപ്ഷൻ നമ്പർ എ. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് എന്താ കുറേ കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൻസർ. ബാക്കി 3 തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, X Limited is considering an investment proposal involving an initial cash outlay of 20 lakh. The proposal has an expected life of 7 years and 0 salvage value. At a required rate of return of 12%, the proposal has a profitability index of 1.182. Calculate the present value of cash inflows. Present value of annuity ₹1 for 7 years at a 12% discount rate is 4.5638. Annuity factor തന്നിട്ടുണ്ട്. Question number 2. Okay. Question number 2. അപ്പോൾ എന്താണ് മക്കളെ? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.182. പിന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തന്നിട്ടുണ്ട്. എത്രയാണ്? ഇനിഷ്യൽ ഔട്ട്ലേ എത്രയാണ്? 20 lakh. പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? PVIF ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് PI എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? PI ഈസ് ഈക്വൽ ടു PVIF ബൈ PVOF ആണല്ലോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. PVIF ഈസ് ഈക്വൽ ടു PI into PVOF is equal to 1.182 into 20 lakh is equal to നമുക്ക് എന്ത് കിട്ടും? 23,64,000 rupees. ഓക്കെ മക്കളെ, ആൻസർ അതിലുണ്ടോന്ന്? 23,64,000 ദാ C 2364. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ?
ശരി. ക്വസ്റ്റ്യൻ നമ്പർ 3. സൈൻസ് ഓഫ് ലാർജ് ഇൻവെൻട്രി ബിൽഡപ്പ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രൈസ് ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ ക്യാൻ ബി ബെസ്റ്റ് ഡയഗ്നോസ്ഡ് ഫ്രം. ഓക്കെ, ലാർജ് ഇൻവെൻട്രി ബിൽഡപ്പ്, ഭാവിയിൽ എന്താണ് പ്രൈസ് കൂടും എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ എന്താണ് ഇൻവെൻട്രി എന്താണ് നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടുന്നതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടുന്നതനുസരിച്ച് എന്താണ് നമുക്കത് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവറും അല്ല, കറണ്ട് റേഷ്യോയും അല്ല. എന്താണ് നമ്മൾ എന്തിനെ പറ്റി ചോദിച്ചേക്കുന്നത്? ഇൻവെൻട്രീനെ പറ്റി ചോദിച്ചേക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4. MJ Limited has issued 5,000 10% debentures of 100 each. The rate of inflation is 6%. Calculate the real cost of debt. KD ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ നമ്മുടെ KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എന്നാണല്ലോ, ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് തന്നേക്കുന്നത്? ഇവിടെ 10% ആണ്. പക്ഷെ അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ തന്നിട്ടുണ്ട് 6%. ഇൻഫ്ലേഷൻ എത്രയാണ്? 6%. അപ്പോൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മൈനസ് 6 ഇസ് ഈക്വൽ ടു 4% ആണെന്ത് നമ്മുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫേസ് വാല്യൂ 100 ഇൻറ്റു എത്രയാണ്? 4% ഈസ് ഈക്വൽ ടു ₹4 ആയിരിക്കും എന്ത് നമ്മുടെ ഐ. ഓക്കെ ആണല്ലോ. ടാക്സ് റേറ്റ് തന്നിട്ടില്ല. ശരി. NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിലക്കയറ്റം, വില കൂടുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? സിമിലർ ടു ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. അപ്പോൾ എന്താണ്? 100 പ്ലസ് 6% ഓഫ് 100 ഈസ് ഈക്വൽ ടു 106 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? സിംപ്ലി എന്താണ്? 4/106 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.77%. എവിടെ? ഓപ്ഷൻ എ 3.77%. അങ്ങനെയാണ് എന്ത് നമ്മളത് സോൾവ് ചെയ്യുന്നത്. റിയൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് ചെയ്യുന്നത്. Question number 5. A commercial paper of face value 10 lakh is issued at 9,60,000 for a maturity of 120 days. Annual financing cost of the commercial paper is dash. ഓക്കെ, എന്താണ്? ഈൽഡ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നോക്കിക്കേ, കൊമേഴ്ഷ്യൽ പേപ്പറാണ്, ഫേസ് വാല്യൂ ആണ്, 10 ലാഖിൻ്റെ സാധനം 9,60,000 ഇഷ്യൂ ചെയ്തേക്കുന്നത്, മെച്യൂരിറ്റി 120 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ്? yield ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ MPS. ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? 10 lakh മൈനസ് 9,60,000 ഹോൾ ഡിവൈഡഡ് ബൈ MPS എത്രയാ? 9,60,000 തന്നെ. ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? minus 9,60,000 40,000 by 9,60,000. ഓക്കെ ഓക്കെ, എന്താണ് അതിനെ നമുക്ക് വേണമെങ്കിൽ 4/96 എന്ന് എഴുതാമല്ലോ. ഇതെന്താണ്? സാധാ ഈൽഡ്. നമുക്ക് വേണ്ടത് ആനുവലൈസ്ഡ് ഈൽഡ്. അപ്പോൾ 4/96 ഇൻറ്റു ആനുവലൈസ്ഡ് ഈൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് മക്കളെ? നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് എത്ര തന്നിരിക്കുന്നത്? മെച്യൂരിറ്റി 120 ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 120 ഡേയ്സിൻ്റെ ഈൽഡാണ് എന്ത്? ഈ 4/96 എന്തിനാണ്? 120 ഡേയ്സ് ഈൽഡാണ്. നമുക്ക് വേണ്ടത് എത്രയാ? 365 ഡേയ്സിൻ്റെ. അപ്പം ബൈ 120 ഇൻറ്റു 365 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12.67%. ഓക്കെ, നമ്മുടെ ആൻസർ നോക്കിക്കേ. 12.67 അല്ലേ നമുക്ക് കിട്ടിയത്? അവരതിനെ 12.7 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തു. നമ്മുടെ ആൻസർ എന്താണ്? സി 12.7%. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. If the cost of a project is 22,84,000, the useful life is 5 years and the annuity is 8 lakh, the payback period is. Payback period കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ശരി,
ക്വസ്റ്റ്യൻ നമ്പർ 6. പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോ എത്രയാണ്? 22,84,000 ആണല്ലോ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 8 lakh. എത്ര വർഷം എടുത്തിട്ടാണെന്നത്? ഇതിപ്പോൾ 22,84,000 എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേതാണ്? 5 വർഷത്തെ ടോട്ടൽ ക്യാഷ് ഫ്ലോ ആണ്. 8 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എത്ര വർഷം കൊണ്ട് നമ്മുടെ 8 lakh കവർ ആവുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 22,84,000 ഡിവൈഡഡ് ബൈ 8 lakh ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2.855 ഇയേഴ്സ്. ഓക്കെ, 2.855 ഇയേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 years. ഓക്കെ, എന്നിട്ട് നമ്മളെന്തോ ചെയ്യും? ഈ പോയിന്റ് എടുക്കും. 0.855 ഇൻറ്റു നമുക്ക് മന്ത്സ് അതിനും വേണ്ട. അപ്പോൾ നമ്മളെന്തോ ചെയ്യും? മൾട്ടിപ്ലൈഡ് ബൈ 12 months. 0.855 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നമുക്ക് കിട്ടും 10.26 months. അതിൽ നിന്ന് നമ്മൾ എന്തോ എടുക്കും? 10 months. ഓക്കെ, നമ്മൾ ഇവിടുത്തെ എന്താണ് ഈ 0.855 എടുത്തു. ഇവിടുത്തെ ഇനി നമ്മൾ എന്തോ എടുക്കാൻ വന്നേ? 0.26. 0.26 ഇൻറ്റു അസ്യൂം 30 days. 30 days ഈക്വൽ ടു 0.26 ഇൻറ്റു 30 നമുക്ക് കിട്ടും 7.8 days. അതിന് നമുക്ക് എന്താണ് 8 days എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2 years 10 months 8 days. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ചോയ്സിൽ അതുണ്ടോ നോക്കിക്കേ. 3 years അല്ല. 2 years 11 months ആയിട്ടില്ല. 2 years 9 months അല്ല. 2 years 8 months അല്ല. 2 years 10 months ആൻഡ് 8 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്കതിന് മൊത്തത്തിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എന്തോ പറയാൻ പറ്റും? 2 years ആൻഡ് 11 months. ഓപ്ഷൻ നമ്പർ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നോക്കിക്കേ, 2 years 10.26 ആണ് കിട്ടിയേക്കുന്നത് ആൻഡ് 8 days കിട്ടിയിട്ടുണ്ട്. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 7. If the annual demand of raw material is 20,000 units, the price per unit is ₹2. The ordering cost per order is ₹2,000. The carrying cost percentage of average inventory is 10%. Then the number of orders based on EOQ. Number of orders are കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 EOQ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. EOQയുടെ ഫോർമുല എന്നാ? EOQ is equal to √2AO by C ആണല്ലോ. is equal to root of 2 into annual demand എത്രയാ? 20,000 യൂണിറ്റ് ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് 2,000 ഡിവൈഡഡ് ബൈ ക്യാരിങ് കോസ്റ്റ് എത്രയാ? നമ്മുടെ 2 into 10% അല്ലയോ? കാരണം എന്താണ്? പ്രൈസ് പെർ യൂണിറ്റ് 2 ആണ്. ദെൻ എന്താണ് നമ്മുടെ ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 into 10%. ശരി, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? നമ്മുടെ EOQ കിട്ടും. EOQ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും EOQ വിൽ ബി 20,000 യൂണിറ്റ്സ് ആണല്ലോ. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ ഇയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? N is equal to EOQ by ആനുവൽ ഡിമാൻഡ് അല്ലേ? അപ്പോൾ നമ്മുടെ EOQ എത്രയാണ്? 20,000. ആനുവൽ ഡിമാൻഡും എത്രയാണ്? അതും 20,000. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്? 1 order ആണല്ലോ. ചോയ്സിലുണ്ടോ നോക്കിക്കേ. 3, 2, 1. ദാ ഓപ്ഷൻ നമ്പർ സി ആണെന്ത് അവിടെ ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. If the average receivables are 3,25,000, cash sales are 2,50,000, average collection period is 2 months, the amount of sales is total sales കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പേ ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മുടെ ഫോർമുല എന്താ? DCP is equal to average debtors by credit sales.
ഇൻറ്റു 365 ഡേയ്സ് ഓർ 12 മന്ത്സ് ഓർ 52 വീക്സ് ആണല്ലോ. ശരി, ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്രെഡിറ്റ് സെയിൽസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് is equal to ആവറേജ് ഡെറ്റേഴ്സിൻ്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 3,25,000 ബൈ DCP തന്നിട്ടുണ്ടല്ലോ 2 മന്ത്സ് ഇൻറ്റു 12 മന്ത്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19,50,000. ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു 2,50,000 ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് എത്രയാണ്? അപ്പം ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? 22 lakh. ചോയ്സ് നോക്കിക്കുക മക്കളെ, 22 lakh. ഓപ്ഷൻ നമ്പർ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Petrosky F score, which measures a stock's financial condition, is based on direct question, binary scoring systems based on 9 parameters. ഓക്കെ, അടുത്തത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഈസ് യൂസ്ഫുൾ ഫോർ ഏത് ഇൻഡസ്ട്രിക്കാണ്? മെച്വർ ഇൻഡസ്ട്രിക്കാണ്. അതും സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഏതിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മെച്വേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓയസിസ് കമ്മിറ്റി ഹാസ് ഗിവൺ റെക്കമെൻഡേഷൻ ഇൻ ദ ഏരിയ ഓഫ്. എന്തിനാണ് ഓയസിസ് കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത്? പെൻഷൻ പോളിസി. ഓപ്ഷൻ നമ്പർ എ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 12. ഡാഷ് ഈസ് ദ ആനുവൽ ഗ്രോത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. എന്താണ് മക്കളെ ആനുവൽ ഗ്രോത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം? എന്താണ് ആനുവൽ ഗ്രോത്തിന് പറയുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, CAGR. ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, പെർപ്പച്യൂറ്റി അല്ല, ആനുവിറ്റി അല്ല, നൺ ഓഫ് ദ എബവ് അല്ല. അതിൻ്റെ ആൻസർ എന്താണ്? CAGR ആണ്. ഓക്കെ, നമ്മളതിൻ്റെ ഫോർമുലയൊക്കെ ഏത് ചാപ്റ്ററിൽ പഠിച്ചു? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ടൈം വാല്യൂ ഓഫ് മണി പഠിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ വിച്ച് സ്കെയിൽ യൂസ്ഡ് ഫോർ ക്വാണ്ടിഫയിങ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഈസ് ആൻ ആർബിട്രറി 0 പോയിൻറ്റ് യൂസ്ഡ്? ഇതിലേത് സ്കെയിലാണ് നമ്മൾ ആർബിട്രറി 0 പോയിൻറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതാണ് മക്കളെ? ഏതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് ഇൻ്റർവെൽ സ്കെയിലാണ്. ഓക്കെ അല്ലേ? സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ആ ഒരു ഏരിയ വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാകും. ക്വസ്റ്റ്യൻ നമ്പർ 14. ഡാഷ് റെപ്രസെൻറ്റ്സ് എ പ്രോജക്ട്സ് ടൈം ലൈൻ ഓർ ആക്ടിവിറ്റി ചേഞ്ചസ് അക്രോസ് ടൈം. ടൈം അനുസരിച്ചിട്ട് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലൈൻ അതിൻ്റെ എന്താണ് മാറുന്നതിനെ ഏത് ചാർട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡയഗ്രമാണ് കാണിക്കുന്നത്? അത് ഗാൺ ചാർട്ടാണ്. അതും സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെന്താണ് ഡേറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 14 സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. അതും തിയറി. ഡാഷ് ആർക്കിടെക്ചർ ഇനേബിൾസ് ബിസിനസ് ടു സ്റ്റോർ സെൻസിറ്റീവ് ഡേറ്റ ഓൺ പ്രെമിസസ് ആൻഡ് ആക്സസ് ഇറ്റ് ത്രൂ ആപ്പ് ഹോസ്റ്റഡ് ഇൻ പബ്ലിക് ക്ലൗഡ്. എന്താണ് അത്? ഏത് ആർക്കിടെക്ചറാണ്? അത് ഹൈബ്രിഡ് ക്ലൗഡാണ്. ഓക്കെ, ഹൈബ്രിഡ് ആണെങ്കിൽ എന്താണ്? സ്വന്തം പ്രെമിസസിൽ തന്നെ എന്താണ് അതിനെ ഹാർഡ് കോപ്പി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനെ എന്താണ് പബ്ലിക് ക്ലൗഡ് ത്രൂ എന്താണ് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണെന്ന് മക്കളെ ഹൈബ്രിഡ് ക്ലൗഡ്. ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ 15 മാർക്സ് നമ്മൾ കണ്ടോ, സ്കോർ ചെയ്ത് കണ്ടോ ഈസി ആയിട്ട്. ഇങ്ങനെ വേണം നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകാൻ. ഇനി നിങ്ങൾക്കിതിപ്പം ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം അറിയത്തില്ല എന്ന് വിചാരിക്കുക. സിംപ്ലി എന്താണ് സ്പേസ് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, അത്രയും സ്പേസ് വിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു MCQൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എന്തോരം സ്പേസ് വേണ്ടി വരും നിങ്ങൾ കണ്ടോ? ഇത്രയൊക്കെ മതി. അപ്പോൾ എന്താണ് അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് സ്പേസ് വിട്ടിട്ട് എന്താണ് അങ്ങനെ ചെയ്ത് പോയാൽ മതി. സോ അത്രേ ഉള്ളൂ മക്കളെ നമ്മുടെ ഈ ഒരു സെഷൻ ഉദ്ദേശം. സോ ഇതേപോലെ തന്നെ എന്താണ് നമുക്ക് വീണ്ടും എന്താണ് MCQ വർക്കൗട്ട് സെഷൻസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ ദെൻ ബൈ.